പീഡന ആരോപണ വിധേയനായ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിക് ചെയർമാനാക്കിയ സാംസ്കാരിക വകുപ്പ് വേട്ടക്കാരോടൊപ്പമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനയായ അമ്മ വനിതാ ആർട്ടിസ്റ്റുകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ പരാതി നൽകാൻ തയ്യാറാകണമെന്നും വനിതകൾക്ക് നീതി ലഭ്യമാക്കാൻ നിഷ്പക്ഷ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് സിനിമാ സംഘടനയായ അമ്മ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമിക് ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്തിനെ നീക്കണമെന്നും സോളാർ വിവാദ സ്ത്രീയിൽ നിന്നും പരാതി എഴുതി വാങ്ങിച്ചവർ സിനിമാ മേഖലയിലെ പീഡനത്തിനിരയായ സ്ത്രീകൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാത്ത സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്നും സജി പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോജ പനക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയ് ജോസ്, സെക്രട്ടറിമാരായ മോഹൻദാസ് അമ്പലാറ്റിൽ, ശിവപ്രസാദ് ഇരവിമംഗലം, വിനയ് നാരായണൻ, സുമേഷ് നായർ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കുട്ടുമേക്കാട്ടിൽ, വനിതാ കോൺഗ്രസ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മഞ്ജു കെ നായർ, ഗണേഷ് ഏറ്റുമാനൂർ, ബിജു മാധവൻ, ഷൈജു കോശി, ജോഷി കൈതവന, സന്തോഷ് മുക്കിലിക്കാട്ട്, സാബു പനങ്ങാട്, ജിൽബേൻ ജോസഫ്, സന്തോഷ് വള്ളോങ്കുഴി, ഉമേഷ് ഉദയൻ, കൃഷ്ണപ്രിയ, ഔസേപ്പച്ചൻ, ജോബിൽ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുക്കണം. അതിലെല്ലാം ഉപരി ഞങ്ങൾ ഇന്ന് അമ്മ ഓഫീസിലേക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാനുള്ള കാരണം നമുക്കറിയാം, ഈ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നാണ്. തീർച്ചയായിട്ടും അമ്മ ഇടപെടണം. ഇവിടുത്തെ സ്ത്രീകളായ വനിതകളായ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട വനിതകൾക്കെതിരെ നടക്കുന്ന ചൂഷണം, ആ ചൂഷണത്തിനെതിരെ പരാതി കൊടുക്കാൻ അമ്മയാണ് രംഗത്ത് വരേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അമ്മ ഇടപെടും. അപ്പൻ ഇടപെടുന്നതിന് മുമ്പേ അമ്മയെ ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടുന്നതിന് മുമ്പേ അമ്മ ഇടപെട്ടേ പറ്റൂ. അപ്പൊ അമ്മ എന്ന് പേരിടുകയും പേര് വിളിച്ചത് നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന വനിതകൾക്ക് അവർക്ക് ചൂഷണം നേരിടുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞേ മതിയാവും. ഞങ്ങൾ ഇവിടെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പീഡകന്മാരാണെന്നോ മോശക്കാരാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിനെ നെല്ലും പതിനും തിരിച്ചറിയണം. നല്ലവരായ എത്രയോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഈ സിനിമാ മേഖല കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ഇവിടെ അമ്മ സംഘടന പിരിച്ചുവിടുമെന്ന് പറയുന്നില്ല. ഇന്നേതായാലും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും. നമുക്കറിയാം, പീഡനക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് വീണ്ടും ഇന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രിയപ്പെട്ട രഞ്ജിത്തിനെ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട രഞ്ജിത്ത് പറയാൻ നോക്കില്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടി മുൻകൂട്ടി പരാതി കൊടുത്തിട്ടുള്ളതാ. അപ്പൊ പീഡനം നടത്തുന്ന ആളിനെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഗവൺമെന്റ് അവർ വേട്ടക്കാർക്കൊപ്പം തെളിയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഇരകൾക്കൊപ്പമല്ല, ഗവൺമെന്റ് വേട്ടക്കാർക്കൊപ്പമാണ്. അപ്പൊ രഞ്ജിത്തിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഈ സിനിമാ മേഖലയെ അല്ലെങ്കിൽ കലുഷിതമാക്കുവാൻ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന വനിതകൾക്ക് അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുവാനാണ് ഈ ഗവൺമെന്റ് തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ കടന്നുവരും. സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന്. അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ. ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മളുടെ സോളാർ കമ്മീഷൻ, സോളാർ ഇടപാട് ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. സോളാർ അല്ലെങ്കിൽ വിവാദമായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു കത്തെഴുതി
ആ കത്ത് എഴുതിയതിന്റെ പേരില് അന്ന് ആ സ്ത്രീയെ വിളിച്ചു വരുത്തി കേസെടുത്തവർ എന്തുകൊണ്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായിട്ടും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവർ പരാതി കൊടുത്തിട്ട് അവർ എഴുതി കൊടുത്തിട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല? കാരണം ഇവിടെ മാഫിയുണ്ട്, പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിൽ ഈ ഭരണക്കാരുടെ ഭരണത്തിലിരിക്കുന്ന പല നേതാക്കന്മാരുമുണ്ട് എന്നതാണ് അതിന്റെയൊക്കെ തെളിവ്. അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയനോടും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വനിതാ സഹോദരിമാരെ, നിങ്ങളോടൊപ്പം ആരുമില്ലെങ്കിലും കേരള കോൺഗ്രസ് എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.